ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ റെഡ് ഓക്സൈഡൊക്കെ ചെയ്ത് തറ പൊട്ടി കളറൊക്കെ പോയിട്ട് പൊളിഞ്ഞ് എന്താ പറയുക, ഒരു നരച്ച പോലെയൊക്കെ ഇരിക്കുന്ന തറകൾ, പഴയ വീടുകളുടെ തറകളുണ്ട്. അതെങ്ങനെ ഫ്ലോർ പെയിൻറ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ റെഡ് ഓക്സൈഡ് അടിച്ച തറയിൽ സാൻഡ് പേപ്പറോ അല്ലെങ്കിൽ പുട്ടി ബ്ലേഡോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് അതിൻ്റെ ഈ പൊട്ടിയ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഉരച്ച് മിനുസമാക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ പിന്നെ തറയിലെ പൊടികളും എല്ലാം തന്നെ തുടച്ച് എടുക്കണം. കഴുകിയെടുത്താൽ നന്നായിരിക്കും, പക്ഷേ സോപ്പ് പൊടിയോ ഉപയോഗിച്ച് കഴുകരുത്. എന്താണെന്ന് വെച്ചാൽ ഫ്ലോർ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് ഈ സോപ്പിൻ്റെയോ സോപ്പ് പൊടിയുടെയൊക്കെ അംശം വരുന്നാൽ അത് പെയിൻറ്റ് അടിക്കുമ്പോൾ അത് ഇളകി പോകുന്നതിന് ഒരു കാരണമാകാൻ സാധ്യതയുണ്ട്. തറ ഒരിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഉണങ്ങിയ തുണി ഉപയോഗിച്ചിട്ട് തറ മുഴുവൻ തുടച്ചെടുക്കണം. അപ്പോൾ ഈ ഉരച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള പൊടി വേസ്റ്റും എല്ലാം തൂത്തുവാരി കളഞ്ഞിട്ട് നല്ലപോലെ തുടച്ചെടുക്കണം. തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വെറും പച്ചവെള്ളം ഒഴിച്ചിട്ട് തറ തുടച്ചെടുക്കണം. നന്നായിട്ട് തുടച്ച് അതിൻ്റെ പൊടി അംശങ്ങളെല്ലാം ഒന്നും ഇല്ലാതെ തന്നെ ക്ലീനായിട്ട് തുടച്ചെടുത്ത ശേഷം ഫ്ലോർ പെയിൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലോർ പെയിൻറ്റ് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ച ഫ്ലോർ പെയിൻറ്റ് ഏതാണെന്നുള്ളത്, അതിൻ്റെ വില എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരുന്നതാണ്. അത് നിങ്ങൾക്ക് അതിഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്, ഏത് വേണമെങ്കിലും വാങ്ങിച്ച് ഉപയോഗിക്കാം. എല്ലാത്തിനും ഒരു 2-3 വർഷം കാലാവധി കിട്ടുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് കിട്ടാൻ പോകുന്നില്ല. എന്നിട്ട് ഈ വെള്ളം തൊട്ട് തുടച്ച തറ പൂർണ്ണമായി ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഈർപ്പങ്ങളെല്ലാം മുഴുവൻ വലിഞ്ഞ് നന്നായി ഉണങ്ങിയ ശേഷം ഈ ഫ്ലോർ പെയിൻറ്റ് എടുത്തിട്ട് 1 ലിറ്റർ ഫ്ലോർ പെയിൻറ്റിന് 300 മില്ലി വെള്ളം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പനി പെയിൻറ്റിൻ്റെ ടിന്നിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളം എത്ര ചേർക്കണമെന്ന്. വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. മറ്റേ ഈ തിന്നറൊന്നും ഉപയോഗിച്ച് അത് ഉപയോഗിക്കരുത്. വെള്ളം ഉപയോഗിച്ചാണ് ചേർത്താണ് ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്. ആ ഡൈല്യൂട്ട് ചെയ്യേണ്ട റേഷ്യോ ടിന്നിൻ്റെ മുകളിൽ കൃത്യമായിട്ട് കമ്പനി എഴുതി വെച്ചിട്ടുണ്ട്. 300 മില്ലി ആണ് കമ്പനി. 300 മില്ലി വെള്ളം വരെ 1 ലിറ്റർ ഫ്ലോർ പെയിൻറ്റിൽ ഉപയോഗിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. മിക്ക കമ്പനികളും, ഏതാണ്ട് എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ 300 മില്ലി വെള്ളം, അതിൽ നിങ്ങൾക്ക് അളവ് കുറയ്ക്കാൻ, നിങ്ങൾക്ക് ഇച്ചിരൂടെ കട്ടിയായിട്ടൊക്കെ അടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ 200 മില്ലി വെള്ളം, അത് കൃത്യമായിട്ട് ആ 300 മില്ലി തന്നെ അളന്നൊഴിക്കണം. അതിൻ്റെ കൂടുതൽ വരാതെ, അതായത് ഒരുപാട് വെള്ളം ഒഴിച്ച് അതിൻ്റെ പെയിൻറ്റ് ലൂസാവാതെ നോക്കേണ്ടതാണ്. എന്നിട്ട് ഇത് ഒരു കോട്ട് തറയിൽ നന്നായിട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 6 മുതൽ 8 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുക ഇത് ഉണങ്ങാനായിട്ട്. 6 മണിക്കൂറാണ് കമ്പനി, 4 തൊട്ട് 6 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. പക്ഷേ ഒരു 8 മണിക്കൂറെങ്കിലും അത് വീടിനുള്ളിലെ വെളിച്ചത്തിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കുക. അതായത് നമ്മുടെ ക്ലൈമറ്റ്, വീടിൻ്റെ ഇപ്പം നല്ല മഴ സമയത്തൊക്കെയാണ് നിങ്ങളത് അടിക്കുന്നതെങ്കിൽ പുറത്ത് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അന്തരീക്ഷം തണുത്തിരിക്കുന്ന സമയത്ത് ഈ ഫ്ലോർ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഉണങ്ങാൻ താമസമെടുക്കും. അപ്പോൾ ഈ പറയുന്ന 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ എന്നുള്ള സമയം ചിലപ്പോൾ മുമ്പോട്ട് പോയേക്കാം. അതുകൊണ്ട് ഒരു 8 മണിക്കൂർ, നിങ്ങൾ ഇത് ഫ്ലോറിൽ ഫസ്റ്റ് കോട്ട് അടിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഒരു 8 മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം തറ നന്നായി ഉണങ്ങി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കുക. സെക്കൻഡ് കോട്ട് ഇതുപോലെ തന്നെ 300 മില്ലി വെള്ളം ചേർത്ത് സെക്കൻഡ് കോട്ട് പൂർത്തിയാക്കുക. എന്നിട്ട് വീണ്ടും 8 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ റൂമിനുള്ളിലേക്ക് പ്രവേശിക്കാവുള്ളൂ. ഇനി പ്രവേശിച്ചതിന് ശേഷവും കട്ടിൽ, മേശ പോലെയുള്ള കനമുള്ള വസ്തുക്കളൊന്നും പെട്ടെന്ന് എടുത്ത് വെക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഒരു 48 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കട്ടിയുള്ള സാധനങ്ങൾ, അതായത് ഈ മേശ, വലിയ ഡബിൾ കോട്ടിൽ കട്ടിൽ, ഇതെല്ലാം ആദ്യം തന്നെ പെറുക്കി 8 മണിക്കൂർ കഴിഞ്ഞതിന് ഉടനെ തന്നെ എടുത്തിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങളൊരു 48 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതായത് 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും. കുറച്ചുകൂടെ നിൽക്കും, അപ്പോൾ കുറേ കൂടെ സെറ്റ് ആവുള്ള ഒരു സമയം
അതിന് കിട്ടും. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് ഈ റൂമിനുള്ളിലേക്ക് കടക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അതിനുള്ളിൽ നടക്കുന്നതൊക്കെ ഒരു 8 മണിക്കൂറിന് ശേഷം നടക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതിലൊന്നും തെറ്റില്ല. കനമുള്ള വസ്തുക്കൾ, അലമാര, കട്ടിൽ, ടേബിള് പോലെയുള്ള കനമുള്ള വസ്തുക്കൾ എടുത്ത് വെക്കുമ്പോൾ ഒരു 48 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വെക്കാവുള്ളൂ. ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ഈ തറയിൽ അടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഫ്ലോർ പെയിൻറ്റിനെ കുറിച്ചാണ്. സഫ്ഹയർ 7 ഫ്ലോർ ടൈൽ ഗാർഡ് എന്ന് പറയുന്ന ഫ്ലോർ പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സഫ്ഹയർ 7 എന്നാണ് കമ്പനിയുടെ പേര്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ടിന്നിൽ ഇതിൻ്റെ വിശദവിവരങ്ങളെല്ലാം അവർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഈ തറയുടെ പ്രിപ്പറേഷൻ എങ്ങനെ വേണം, അതായത് എല്ലാ ലൂസ് പാർട്ടിക്കിൾസ് എല്ലാം മാറണം. അതായത് ഓയിലോ ഗ്രീസ്, അതുപോലെ മെഴുകുതിരി കത്തിച്ചതിൻ്റെ മെഴുക്, പിന്നെ പഴയ നമ്മളിപ്പോൾ റെഡ് ഓക്സൈഡ് അടിച്ച തറയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാം ചുരണ്ടിക്കളയണം. നമ്മൾ പുട്ടി ബ്ലേഡോ അല്ലെങ്കിൽ സാൻഡ് പേപ്പറോ ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകി എടുക്കണം എന്നുള്ളതാണ് ഇതിലും പറയുന്നത്. അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകാനാണ് പറഞ്ഞത്. ഇതിൽ മറ്റ് സോപ്പ് പൊടിയൊന്നും ഉപയോഗിക്കരുതെന്ന് എഴുതിയിട്ടില്ല, പക്ഷേ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ഫ്ലോർ പെയിൻറ്റ് അടിക്കുന്നതിനും നല്ലത്. പിന്നെ ഇതിൻ്റെ ഡൈല്യൂഷൻ റേഷ്യോ പറയുന്നുണ്ട്. അതായത് 1 ലിറ്റർ സഫ്ഹയർ ഫ്ലോർ ടൈൽ ഗാർഡ് 300 മില്ലി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് 2 കോട്ട് അടിക്കാനാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ ഇത് തുറക്കുന്നതിന് ടിന്ന് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കുലുക്കി എടുക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെ കടകളിൽ ഇരിക്കുന്നതായിരിക്കുമല്ലോ, സ്റ്റോക്ക് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരുമാതിരി കട്ട പോലെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോഴേ അത് നന്നായിട്ട് ഇളകി അത് മിക്സ് ആവുകയുള്ളൂ. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാട പോലെ എന്തെങ്കിലും കാണും. ഇത് നീക്കം ചെയ്തിട്ട് വേണം അടിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1 ലിറ്ററാണ്. 1 ലിറ്ററിൻ്റെ ടിന്നിന് 579 രൂപ 50 പൈസയാണ് MRP കിടക്കുന്നത്. 500 രൂപയ്ക്കൊക്കെ ഈസി ആയിട്ട് കിട്ടും ഇത് മിക്ക കടകളിലും. പെയിൻറ്റിനൊന്നും അങ്ങനെ MRP ഒന്നും വലിയ ഒരുവിധം കടകളിലൊന്നും എടുക്കാറില്ല. അത് MRP ഒക്കെ വളരെ വ്യത്യാസമായിരുന്നു. ഞാൻ വാങ്ങിയത് 485 രൂപയ്ക്കാണ്. ഒരു 500 രൂപയ്ക്കൊക്കെ മിക്ക കടകളിലും ചെറിയ കടകളിലാണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ കളർ കോഡ് ഇല്ല. കളർ കോഡ് ഫ്ലോർ ടൈൽ റെഡ് എന്നാണ് ഇതിൻ്റെ വരുന്നത്. കളർ കോഡായിട്ടൊന്നും എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് സ്വയം ഈ ഫ്ലോർ പെയിൻറ്റ് വാങ്ങിച്ച് ഇതിന് മറ്റാരുടെ സഹായം ഒരു പെയിൻറ്ററെ വിളിച്ച് ഒരു ദിവസവും, അതായത് ഒരു പെയിൻറ്ററെ വിളിച്ച് ഇത് ചെയ്യണമെങ്കിൽ ഈ 500 രൂപയുടെ സാധനം ഈ ബ്രഷും കൂടെ നിങ്ങൾക്ക് ഒരു 150 രൂപ ഇവിടെ ഒരു 650 രൂപ ചിലവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 650 രൂപ ചിലവിന് വേണ്ടി ചിലപ്പോൾ നിങ്ങളൊരു പെയിൻറ്ററെ വിളിച്ച് കഴിഞ്ഞാൽ അയാൾ നിങ്ങളോട് 1000 അല്ലെങ്കിൽ മിനിമം ഒരു 500 രൂപയെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെറുതെ അതിൻ്റെ പൈസ കളയണമെന്നില്ല. തറയ്ക്കൊക്കെ അടിക്കാനായിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. തറയ്ക്കൊക്കെ പെയിൻറ്റ് ചെയ്യുന്നത് 2 കോട്ട് അടിച്ച് കഴിയുമ്പോൾ എത്രയൊക്കെയായാലും നല്ല ഫിനിഷിങ് കിട്ടത്തില്ല എന്നൊന്നും പേടിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ചെയ്യേണ്ട രീതികളെല്ലാം ഇപ്പോൾ ഇവിടെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. ഇത്രയും വലിപ്പമുള്ള ഈ ഹോൾ മൊത്തം 2 കോട്ട് അടിക്കാൻ വേണ്ടി നമ്മൾ 2 ലിറ്റർ സഫ്ഹയർ ഫ്ലോർ ഗാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ലിറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ലിറ്റർ കൊണ്ട് തന്നെ 1 കോട്ട് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയും. അടുത്ത 1 ലിറ്റർ കൊണ്ട് സെക്കൻഡ് കോട്ടാണ്. 2 കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ 300 മില്ലി കറക്റ്റ് അളവിന് തന്നെ വെള്ളം എടുത്ത് അവർ കമ്പനി പറയുന്ന പോലെ തന്നെ വെള്ളം 300 മില്ലി 1 ലിറ്ററിൽ മിക്സ് ചെയ്ത് തന്നെയാണ് ഇത് അടിച്ചിരിക്കുന്നത്. ഈ ഹോൾ മൊത്തം അടിക്കാൻ വേണ്ടി 2 ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുറിയൊക്കെ സാധാരണയായിട്ട് ഇതിൻ്റെ പകുതിയോളം വരുള്ളൂ. ഒരു മുറിയുടെ വലിപ്പം സാമാന്യ വലിപ്പം ഉള്ള ഒരു മുറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ പകുതിയേ വരുള്ളൂ. അപ്പോൾ ഒരു 1 ലിറ്റർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 കോട്ട് അടിക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഇത്രയും നീളമുള്ളൊരു ഹോള്, ആ ഹോള് നിറച്ചിട്ടാണ് ഈ ഹോള് മുഴുവൻ അടിക്കാനായിട്ട് നമുക്ക് 2 ലിറ്റർ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് കരുതുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്, നമ്മൾ ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ചെയ്യുവാൻ എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഈ ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളിത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഉപകാരപ്രദമാവട്ടെ. താങ്ക് യു.